അരിസ് രശോൻ ചേട്ടനോട് പറയാനാണ് നമുക്കെല്ലാവർക്കും കൂടെ ഒരു സിനിമ ചെയ്യാടാ, നമുക്കെല്ലാവർക്കും കൂടെ കുറച്ച് ഒരു 4-5 പേർക്ക് ചേർന്ന് നമുക്കൊരു സിനിമ ചെയ്യാം. ഒരുപാട് പേര് അതിന് മുൻപ് എന്നോട് പറഞ്ഞിരുന്നു, രാജു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും, ഒന്നും എടുക്കരുത്. ഇപ്പം മമ്മൂക്കയുടെ കാണത്തന്നെ ഇങ്ങനെ കൈകുത്തും, മമ്മൂക്ക എന്നും ചെയ്ത് കാണും, ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മിമിക്രിക്കാരെല്ലാവരും ചെയ്യുന്ന അങ്ങനെയാണ്, ഇങ്ങനെ കൈകുത്തുന്നു, നാക്കുന്ന ഈ ടിനിയൊക്കെ ചെയ്യുന്ന കണ്ടാൽ മമ്മൂക്ക അപ്പടിക്കും. ഷാജൻ ചേട്ടാ, എന്തോ ഈ കലാഭവൻ ഷാജൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിരിക്കാൻ റെഡിയായി നിൽക്കുന്നത്, പക്ഷെ കുറേ നാളെ ആളുകളെ ചിരിപ്പിച്ചിട്ട് എന്താ? അതെന്നോടല്ല ചോദിക്കേണ്ടത്, ഞാനും ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുകയാണ് അങ്ങനത്തെ ഒരു വേഷം കിട്ടാനായിട്ട്. പക്ഷെ ഇപ്പോൾ സിനിമ മൊത്തത്തിൽ മാറിയില്ലല്ലോ, അതുകൊണ്ട് കോമഡി സിനിമകൾ എഴുതാൻ തന്നെ എല്ലാവർക്കും പേടിയാണ്. കോമഡി എന്ന് പറഞ്ഞ മുൻപ് അങ്ങനെ സിനിമകൾ ഉണ്ടായിരുന്നല്ലോ, ഹ്യൂമർ സിനിമ എന്ന് പറഞ്ഞ് തന്നെ വരുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ജോണറില്ല. അപ്പം അങ്ങനെ ഒരു കുറച്ച് തമാശകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനെ ഒരു ജോണറിൽ ഇട്ട് വരാൻ വേണ്ടി പേടിയാണ് സിനിമാക്കാർക്ക്. അപ്പം എങ്കിലും ചിരിപ്പിക്കുന്ന സിനിമകളുണ്ട്, എന്താണ് ജാനമനും ജയഹോ ഒക്കെ പോലുള്ള സിനിമകളും, ലൈറ്റ് ഹാർട്ടായ സിനിമകളും. അതെ 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 ചിരിക്കാൻ. ഇപ്പം പിന്നെ അങ്ങനെ ഒരു സിനിമയിൽ കുറച്ച് ചിരിക്കാനുണ്ടെങ്കിൽ ജനം ഹാപ്പിയാണ്. അത് ഇപ്പം പക്ഷെ നമ്മൾ നിങ്ങളെ ചിരിപ്പിക്കാൻ നിങ്ങൾ വാന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അങ്ങനെ വിളിക്കുമ്പോഴാണ് ടെൻഷൻ. ഈ കോമഡി പാളിപ്പോയാലാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുക. പിന്നെ കോമഡി പാളിയാ പൊളിഞ്ഞ് ചളിയായി അയ്യോ നശിച്ച്. ഇപ്പൊ ചേട്ടൻ ഒരു ഡയറക്ടർ കൂടിയാ, അപ്പൊ കോമഡി അനായാസം വഴങ്ങുന്ന ആളാ, അപ്പൊ അങ്ങനെ ഒരു ഹ്യൂമർ ബേസ് ചെയ്തൊരു സിനിമ എഴുതിക്കൂടെ? അല്ല, എന്താണെന്നറിയാം, നമുക്ക് ഇതാണ് പ്രശ്നം. നമ്മളൊരു ഹ്യൂമർ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ നമുക്ക് ടെൻഷനാണ്. കാരണം ഒന്നാമത്തെ കാര്യം അന്നത്തെ പഴയ പോലത്തെ തമാശകളല്ലോ ഒന്നാമത് ഇപ്പോഴത്തെ തമാശ. അതെ അതെ, മൊത്തത്തിൽ തമാശയുടെ രീതിയും അത് എന്താണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ. തീർച്ചയായിട്ടും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയും, നമുക്ക് എല്ലാവർക്കും കൂടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ അരിസ് രശോൻ ചേട്ടനോട് പറയാനാണ് നമുക്കെല്ലാവർക്കും കൂടെ ഒരു സിനിമ ചെയ്യാടാ, നമുക്കെല്ലാവർക്കും കൂടെ കുറച്ച് ഒരു 4-5 പേർക്ക് ചേർന്ന് നമുക്കൊരു സിനിമ ചെയ്യാം. നല്ലൊരു ഹ്യൂമർ സബ്ജക്റ്റ് നമ്മൾ ആരോടെങ്കിലും പറയാൻ നമുക്ക് എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അതിനകത്തിരുന്ന് വർക്ക് ചെയ്തിട്ട് ഒരാളെ ഒരു ഡയറക്ടറായിട്ട് വെക്കുക, നല്ല ഒരു 2 ഹീറോസിനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ സംഭവം. ഞാൻ ഓർത്തപ്പോൾ ശരിയാണ് കാര്യം, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ ആരെങ്കിലും ഒന്ന് ചെയ്ത് കണ്ടാൽ മതി, നമുക്ക് തന്നെ അഭിനയിക്കണമെന്നൊന്നുമില്ല, ആരെങ്കിലും അത്തരത്തിലുള്ളൊരു സിനിമകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം നോൺ സ്റ്റോപ്പ് ചിരിപ്പിക്കുന്ന സിനിമകൾ ദിലീപേട്ടനും അശോകൻ ചേട്ടനും ഒക്കെ സലിംകുമാറും സുരാജും ഒക്കെ പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്ന ആ സമയത്തുള്ള കുറേ സിനിമകളുണ്ട്. അതെല്ലാം ഇപ്പോഴത്തെ ഒരു കുറച്ചുകൂടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഓക്കെയാണ് അത്തരത്തിലുള്ള സിനിമകൾ. അതെ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നേ മൈബോസിലെ ആ സീൻ ഉണ്ടല്ലോ, ഈ കുറ്റം പറഞ്ഞ ശരിക്കും അവർ അങ്ങനെയാണ്, ചുമ്മാ ഒരു രസം പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് വർക്കായ സാധനമാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഒരു ദൃശ്യത്തിന് മുമ്പും പിമ്പൊന്നും വേണമെങ്കിൽ അടയാളപ്പെടുത്താൻ പറ്റും അല്ലേ? ഇപ്പൊ അച്ഛനൊരു പോലീസുകാരനായിരുന്നു, അപ്പൊ ഈ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചേട്ടൻ ചെയ്തു. അപ്പൊ ഏതെങ്കിലും തരത്തിൽ അച്ഛന്റെ സ്വാധീനം ഉണ്ടോ? ഇല്ല. ഒന്നാമത്തെ കാര്യം ചാച്ചനെ ഞാൻ പോലീസ് യൂണിഫോമിൽ കണ്ടിട്ടേ ഇല്ല. ചാച്ചൻ വിജിലൻസിലായിരുന്നു, അതുകൊണ്ട് തന്നെ യൂണിഫോം ഇട്ട് ചാച്ചനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ജനിച്ചത് ഓർമ്മ വെച്ചാൽ ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലാണ്, മനസ്സിലായില്ല. അപ്പം ഒരുപാട് ടൈപ്പിലുള്ള പോലീസുകാരെ കണ്ടിട്ടുണ്ട്. അതിൽ നല്ല പോലീസുകാരുണ്ട്, ഇടിയം പോലീസുകാരുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എൻ്റെ ചാച്ചനെ പോലുള്ള പോലീസുകാരുണ്ട്. അപ്പം അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അറിയാതെ കയറിയിട്ടുണ്ടോ. മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ ഇതാക്കിയിട്ടില്ല, എന്താണ് അവരെ അതേപോലെ ചെയ്യാൻ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ ആരെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ ഈ സഹദേവ് എന്നൊരു ക്യാരക്ടർ കുട്ടികൾക്ക് പോലും അതിനുശേഷം പേടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും പർട്ടിക്കുലർ റെഫറൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഡയറക്ടർ പറഞ്ഞത് മാത്രമാണോ? ഒരു പ്രിപ്പറേഷൻ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതൊരു കുറവായിരിക്കാം, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടില്ല, ചെയ്തിട്ടുമില്ല. ഞാൻ ദൃശ്യം ചെയ്യുമ്പം പൂർണ്ണമായിട്ടും ജിത്തുബായിനെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. കാര്യം അതുവരെ തൊട്ടുമുമ്പ് വരെ മൈബോസും അദ്ദേഹത്തിൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ മൈബോസ് ഇറങ്ങി ഹിറ്റായിട്ടിരിക്കുന്ന സമയത്താണ്. അതിനുശേഷം എനിക്ക് ഒരുപാട് അത്തരത്തിലുള്ള ഹ്യൂമർ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ദൃശ്യത്തിലേക്ക് പോകുന്നത്. അപ്പം ദിലീപേട്ടനടക്കം പലരും എന്നോട് ചോദിച്ചു, എടാ അങ്ങനെ ഈ വേഷം ഇപ്പം നീ പോയി ചെയ്യണോ എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്ക് ആക്ച്വലി എല്ലാത്തരം വേഷങ്ങളും ചെയ്യുന്ന ഒരു ആക്ടർ ആവുക എന്നുള്ളതായിരുന്നു. അതല്ലാതെ ഒരു കൊമേഡിയൻ എന്നുള്ള ആ സമയത്ത് ദിലീപേട്ടനൊക്കെ അങ്ങനെ പറയാൻ കാരണം എന്നോട് പറഞ്ഞാൽ ഒരു ഒരു കൊമേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണു അടച്ച് നമുക്കൊരു 3-6 വർഷം നമ്മൾ സേഫാണ്, ഇഷ്ടംപോലെ സിനിമകൾ ചെയ്യാം, നിനക്ക് ഫിനാൻഷ്യലി നീ സേഫ് ആവും എല്ലാം കൊണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നീ ഒന്ന് റൂട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിലേക്ക് മറ്റൊരാൾ കടന്നു വരും, അപ്പോൾ അത് നിനക്കത് ദോഷം ചെയ്യും എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു എന്നോട്. ഡയറക്ടർ സിദ്ദിഖ പറഞ്ഞിട്ടുണ്ട്, കാര്യം ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ പറയുന്നത് പോലെ ഓൾറെഡി ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂൺഡാണ്, നമ്മുടെ ഉണ്ടത്. പക്ഷെ അതിനപ്പുറം ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ
ശ്രദ്ധിക്കപ്പെടുന്ന അന്നും ഞാനീ പറഞ്ഞ ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളല്ല. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് എന്തും ചെയ്യുന്ന ഒരാളാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ജിത്തുഭായി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, കോമഡി മാത്രമേ ചെയ്യുള്ളൂ അതോ സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സഹദേവൻ ഷാജോനാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആരെയും ഞാൻ സെറ്റിൽ ചെല്ലുന്നു. തലേദിവസം തൊടുപുഴയിലായിരുന്നു. ഞാനവിടെ ഹോട്ടലിൽ ചെന്ന് നേരെ ഞാൻ ജിത്തുഭായുടെ റൂമിൽ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പിടുത്തമില്ല ഇതിനെപ്പറ്റി, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യിപ്പിച്ചു. എന്നോട് പറഞ്ഞു ഒരു ടെൻഷൻ അടിക്കേണ്ട ഷാണ്, നമുക്കങ്ങ് ചെയ്യാം. അപ്പം ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ മോണിറ്ററിൽ പോയി നോക്കത്തില്ല. ഞാൻ ഇങ്ങനെ മാറുന്നത് ഞാൻ ജിത്തുഭായുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ തലയാട്ടി കഴിഞ്ഞ് ഞാൻ ഹാപ്പിയാണ്. വേറെ ആരോടും ഞാൻ ചോദിക്കത്തില്ല. പിന്നെ ലാലേട്ടൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ അത് മനസ്സിൽ വരുന്നതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യുന്നു. നമ്മൾ ഈ ചെയ്ത് ലാലേട്ടനെ അടിക്കാന്നൊക്കെ പറയുമ്പോഴേ പ്രേക്ഷകർ വെറുക്കുന്നൊരു കഥാപാത്രമാണല്ലോ. ചെയ്യാൻ അങ്ങനെ ഇൻഹിബിഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് ഈ പറഞ്ഞതുപോലെ ലാലേട്ടനെ ആയതുകൊണ്ടൊരു പേടി എനിക്കുണ്ടായിരുന്നു. അത് എങ്ങനെ ദേഹത്ത് കൊണ്ടാലോ, നമ്മളങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു ഫൈറ്ററോ കാര്യങ്ങളോ, പിന്നെ സിനിമാസ് ഫൈറ്റ് നമ്മൾ ചെയ്തിട്ടുമില്ല. അപ്പം നമ്മളിടിച്ചാൽ ലാലേട്ടനൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമുക്കറിയാം, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്ത് പോലും കൊള്ളില്ല, കൈ ഇങ്ങനെ കൊണ്ട് വെക്കുകയുള്ളൂ. പക്ഷെ നമുക്കങ്ങനെ അറിയില്ലല്ലോ. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. ലാലേട്ടൻ പറഞ്ഞു, മോനെ ഒരു കുഴപ്പമില്ല മോനെ, ഇടിക്കുമ്പോൾ ചവിട്ട് മോനെ എന്നൊക്കെ പറഞ്ഞാണ് ചവിട്ടിപ്പിച്ചത്. അതിനാണ് മാസ്റ്ററും ഇല്ലെന്ന്, ഫൈറ്റ് മാസ്റ്ററും ഇല്ല ലാലേട്ടൻ ഇടിക്കുന്നതിനകത്ത്. അത് കാര്യം മാസ്റ്റർ വേണ്ട എന്ന് ജിത്തുഭായി പറഞ്ഞിരുന്നു. കാര്യം മാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതൊരു പ്ലാൻഡ് ഇടിയായി പോകും. ഇടിച്ചോളാൻ പറഞ്ഞു. സുഹൃത്തായിരുന്നു ക്യാമറ. സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ കൊണ്ട് ഇടിച്ചോ, ഞാൻ ക്യാമറയായിട്ട് പുറകെ വന്നോളാന്ന് പറഞ്ഞു. ജിത്തു എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, എങ്ങനെ കൊണ്ട് ഇടിച്ചോളാം. ലാലേട്ടൻ പറഞ്ഞു, നീ ആദ്യം ഇവിടുന്ന് ചവിട്ടുന്നു, അപ്പം ഞാൻ പോയി വീഴും, അത് കഴിഞ്ഞ് ഇങ്ങനെ കറക്കിക്കൊണ്ടൊന്ന് പുറത്തിടിച്ചു, എങ്ങനെ കൊണ്ട് ഇടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അങ്ങ് ഇടിച്ച്. അത് ദൃശ്യത്തിന് മുമ്പേ ഇത്തരം സീരിയസ്, ഇപ്പൊ കുഞ്ഞിക്കുവിന്റെ ഒരു കഥ പറഞ്ഞ് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിരുന്നു. അല്ലാതെ ഇത്തരം സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് ആരും സമീപിച്ചിരുന്നില്ല. അതിനു മുമ്പൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളായിരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുൻപ് ഒരു റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞ് കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു സിനിമയുണ്ട്. അതിൽ ഞാൻ മണിച്ചേട്ടൻ്റെ അച്ഛനായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ മണിച്ചേട്ടൻ ആ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, നന്നായിട്ടുണ്ടാ. കാര്യം ഇയാൾ ഫ്ലാഷ് ബാക്ക് പറയുന്നതാണ്. ഇയാളുടെ അച്ഛൻ പണ്ടൊരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ, ഒരു കൈയൊന്നും മേലാതൊക്കെ ഇരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ. അവസാനം ഇയാൾക്ക് എന്തോ പ്രശ്നം വരുമ്പോൾ ഇയാൾ സൂസൈഡ് ചെയ്യാണ് വൈഫിനെയും കൂട്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സീക്വൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കണ്ട് തിയേറ്ററിൽ ചാലക്കുടി കണ്ടതിന് ശേഷം മണിച്ചേട്ടൻ അന്ന് രാത്രി എന്നെ വിളിച്ചു. ഭയങ്കര സെൻറ്റി ആയിട്ടുള്ളൊരു സീനൊക്കെ ആയിരുന്നു അത്. എന്നെ വിളിച്ചിട്ട് മോനെ നന്നായിട്ടുണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഉള്ള വേഷങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം സത്യം പറഞ്ഞാൽ. ഇപ്പൊ കോമഡിയിൽ നിന്ന് ഇതുപോലെ ഭയങ്കര സീരിയസ് റോളുകളിലേക്ക് വന്നു. കൂടുതലും കുറച്ച് വില്ലൻ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ്. ഇനി മനസ്സിലുള്ളത് എത്തരം കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന്? അല്ല, അങ്ങനെ മനസ്സിലൊന്നുമില്ല. നമ്മൾ ചെയ്യാത്ത ടൈപ്പ് വേഷങ്ങൾ വരുമ്പോഴാണ്, ഒരു സീനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ ആട്ടം എന്നൊക്കെ പറയുന്ന സിനിമ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് അങ്ങനെ വരുമ്പോഴാണ്. കാരണം നമ്മളോട് വന്നൊരു കഥ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ദേഹം നമ്മളെ വെച്ചിട്ട് നമ്മൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും നമുക്ക് തരും കേട്ടോ, നമുക്കൊരു വിശ്വാസം ഉണ്ടാകും. ചില ഫിലിം മേക്കേഴ്സ് വരും, നമുക്ക് അങ്ങനെയാണ്. അവർ കഥ നമ്മളോട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനൊരു ക്ലാസ് ഉണ്ട്, ഇത് നന്നാവും. ഇത് തിയേറ്ററിൽ എത്രത്തോളം ഓടും, എത്രത്തോളം പൈസ ഉണ്ടാക്കും എന്നുള്ളതൊന്നും അല്ല കേട്ടോ നമ്മളപ്പോൾ നോക്കുന്നത്. ആ ഒരു ക്വാളിറ്റി. ഞാൻ എപ്പോൾ ഏത് കഥ കേട്ടാലും ഞാനത് സിനിമ തിയേറ്ററിൽ എത്ര പൈസ ഉണ്ടാക്കുമെന്നൊന്നുമല്ല. നമുക്ക് ഇത് എന്താണ് സ്പേസ് ഉള്ളത്, നമ്മളിതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ഇതിലുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളോട്ട് വരുന്ന സിനിമകളിൽ അങ്ങനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്ന് പറഞ്ഞ എല്ലാ സിനിമകളും അങ്ങനെ നോക്കി ചെയ്യാനും പറ്റില്ല. കാര്യം നമ്മുടെ ജീവിതമാർഗ്ഗം കൂടിയാണത്. മൈ ബോസ് എന്ന് പറയുന്ന സിനിമയിൽ ജിത്തു ഒരിക്കലും എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല, ഇത്രയും മതി, ഷാജോൻ എങ്ങനെ വേണ്ടി ചെയ്തോളാൻ പറഞ്ഞു വിട്ടേക്ക് തന്നെ. പക്ഷേ ദൃശ്യത്തിൽ അങ്ങനെയല്ല. ദൃശ്യത്തിൽ പുള്ളി അദ്ദേഹത്തിനോട് പറഞ്ഞു, അത്ര വേണ്ട ഷാജോൻ, അതൊന്ന് കുറയ്ക്കണം, അത് വേണ്ട, അവിടെ നിന്ന് മാത്രം നോക്കിയാൽ മതി, അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള നോട്ടം വേണ്ട എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തരും. ലൂസിഫർ എന്ന് പറയുന്നൊരു സിനിമയിൽ ഞാൻ ലാലേട്ടനടുത്ത് നിന്ന് സംസാരിച്ചിട്ട് എനിക്ക് ഒരു സ്ഥലം വരെ പോകണം, അവിടെ ചെന്നിട്ട് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാനത് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് അലോഷി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ട്. കുഞ്ഞിന് സുഖമല്ലേ എന്ന് നോക്കുമ്പം എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഞെട്ടി ഒരു നിൽക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ പുറകോട്ട് നോക്കി കഴിഞ്ഞപ്പം ഓക്കെ പറഞ്ഞു ആദ്യം. അത് കഴിഞ്ഞ് രാജു ഓടി എൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, ചേട്ടാ ഞെട്ടൽ അത് വേണ്ട എന്ന് പറഞ്ഞു. രാജു എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു, ഇതിന് മുൻപേ ഇതേ ഞെട്ടൽ ചേട്ടൻ വേറൊരു സിനിമയിലിട്ട് കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളാകെപ്പാടെ 3-4 പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്ന എക്സ്പ്രഷൻ. അപ്പം ഇനി ഏത് ടൈപ്പ് ഞെട്ടുമെന്ന് അറിഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞാലും ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു ടൈപ്പ് പിടിച്ച് നോക്കാം, ഒന്നുകൂടെ നോക്ക് എന്ന് പറഞ്ഞിട്ട് അടുത്തതിന് ദൈവാനുകരിച്ച് അടുത്ത് ഓക്കെ. അപ്പം രാജു പറഞ്ഞു ഇത് ഓക്കെ ആണ് കേട്ടോ, ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് കാണിച്ചു തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം നമ്മൾ പോലും അറിയുന്നില്ല. അപ്പം അങ്ങനെ
നമ്മളെ പരുവപ്പെടുത്തി എടുക്കുന്ന ഉം. ഡയറക്ടേഴ്സുണ്ട്. ചില ഡയറക്ടേഴ്സിന് ചിലപ്പം നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യുന്നതായിരിക്കുന്നില്ല. അത് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഇതാണ് കറക്റ്റ്. അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വലിയ രസമാണ്. ശരിക്കും ഈ ലൂസിഫറിലെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിൽ പലരെയും അതെ ഇപ്പം മഞ്ജു വാര്യരുടെ എനിക്ക് തോന്നാറുണ്ട് രണ്ടാമത് തിരിച്ചു വന്നിട്ട് ബെസ്റ്റ് പെർഫോമൻസ് അതെ. ലൂസിഫറിലാണ്. കാരണം അത് ആ ഡയറക്ടറുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടെ നമുക്ക് മനസ്സിലാവും. ആ രീതി ഇപ്പൊ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയിൽ അഭിനയിച്ചു തിരിച്ചുണ്ടായിരുന്നു, ചേട്ടൻ സംവിധാനം ചെയ്ത. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും നടൻ എന്നുള്ള രീതിയിലും അവിടുത്തെ ഒരു സാധനങ്ങൾ എങ്ങനെയാണ്? അല്ല അത് രാജു ഭയങ്കര എന്താണ് നമുക്ക് ഒരുപാട് സ്പേസ് തരുന്ന ഒരാളാണ്. അവൻ ഒരുപാട് പേര് അതിന് മുൻപ് എന്നോട് പറഞ്ഞിരുന്നു, രാജു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും, ഉം. ഒന്നും എടുക്കരുത്. ചേട്ടൻ സിനിമ ചെയ്യും. ഞാൻ ഡയറക്റ്റ് ചെയ്തപ്പോൾ ഒന്നും എടുക്കരുത്. കാര്യം ഒരു തവണ നമ്മളൊന്ന് എസ് പറഞ്ഞാൽ കയറി നിരങ്ങും, പിന്നെ ഷാജോണിന് അവിടെ ഇരിക്കാൻ പോലും പറ്റില്ല, പുള്ളിയായിരിക്കും ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ, അത് ഇത് ശരിയായിരിക്കുമോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ലൂസിഫർ ചെന്ന് അഭിനയിക്കുന്നത്. അപ്പം ഇദ്ദേഹം ഷോർട്സ് എടുക്കും, നമുക്ക് പറഞ്ഞു തരുന്നതും ലാലേട്ടനെ അടക്കം തിരുത്തുന്നതും എല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് പണി അറിയാവുന്ന ഒരാളാണ്. മനസ്സിലായില്ല. അപ്പം നമുക്കറിയാത്തൊരു കാര്യം ആര് പറഞ്ഞു തന്നാലും നമ്മളത് അംഗീകരിക്കുക എന്നുള്ളതാണ്. സിനിമയ്ക്ക് നല്ലതല്ലേ. സിനിമയ്ക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ ആരഭിപ്രായങ്ങൾ പറഞ്ഞാലും സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിയേറ്ററിൽ വരുമ്പം നമ്മുടെ പേരിലാണ് അത് തീർച്ചയായിട്ടും വരുന്നത്. ഡയറക്ടർ ബൈ കലാഭവൻ ഷാജോണാണ്. അപ്പോൾ അത് എത്രത്തോളം നന്നാക്കും അത്രത്തോളം. അപ്പോൾ തന്നെ ഞാൻ ലൂസിഫർ കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ എന്ത് അഭിപ്രായം പറഞ്ഞാലും ഞാനത് എടുക്കും. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് രാജു ഒന്നിലും ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഒന്നിലും ഇടപെട്ടില്ല രാജു. അതൊരു പക്ഷേ രാജുവിന് എന്നെയുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കാം. ഞാൻ മനസ്സിലായില്ലേ. അപ്പം എന്താണ് ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞ് വന്ന് രാത്രി തന്നെ രാജുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഇതേപോലെ തന്നെ ചേട്ടൻ ചെയ്തോളൂ, ഇത് കറക്റ്റ് റൂട്ടാണ്, ഇതുപോലെ തന്നെ ചേട്ടൻ ചെയ്തു, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നേരിട്ട് എന്നെ വിളിച്ച് പറയണം. അപ്പോൾ ഒരു സീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഞാൻ വിളിച്ചൊന്ന് കാണുകയാണെന്ന് പറഞ്ഞ് എഡിറ്ററെ വിട്ട് കഴിഞ്ഞാലുള്ളൂ രാജു കാണുള്ളൂ. അല്ലെങ്കിൽ ഓക്കെ കാണണ്ട, എനിക്ക് കാണണ്ട, ഞാനിത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാം, ഒരു ടെൻഷൻ ഇല്ല, ചേട്ടൻ നന്നായിട്ട് എടുക്കുന്നുണ്ട്, അതുപോലെ അങ്ങ് എടുത്തു, ചേട്ടൻ്റെ റൂട്ട് ചേട്ടൻ്റെ സിനിമയാണത്, ചേട്ടന് ഇഷ്ടമുള്ള പോലെ അങ്ങ് എടുത്തു, നമുക്ക് നല്ല ഫ്രീഡം തരുന്നത്. ഷോട്ട് കഴിഞ്ഞ് എഡിറ്റഡ് വേർഷൻ കാണണം, സ്പോട്ട് എഡിറ്റ് കാണണം എന്നുള്ള അല്ല അങ്ങനൊന്നും നിർബന്ധമില്ല രാജു നമ്മുടെ സിനിമയിൽ. ഇപ്പം ആട്ടമാണ് ഇപ്പോഴത്തെ വിഷയം. പക്ഷെ അതിൽ ഈ അവരൊക്കെ നാടകക്കാരാണ്. ആ സിനിമയിൽ പറയുന്ന പോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഒരാളാണ് ചേട്ടൻ. അപ്പോൾ ചേട്ടൻ ആ ഗ്രൂപ്പായിട്ട് സിങ്ക് ആയതും അവിടെ കാണുന്ന പ്രോസസ്സ് വേറെ ആയിരിക്കുമല്ലോ, സാധാരണ സിനിമാക്കാരെ കാണുന്ന പോലെ ആയിരിക്കില്ല. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ആനന്ദ് ഏകർഷി ഫസ്റ്റ് ഡേ വിനയ് പറഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു നമ്മൾ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നൊരു സിനിമ ചെയ്യുന്നുണ്ട്, അപ്പം അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, ഒന്ന് കേട്ട് നോക്ക് ചേട്ടൻ, അത് ഇഷ്ടമാകുകയാണെങ്കിൽ ചെയ്താൽ രസമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം വിനയ് അങ്ങനെ വിളിക്കാറുള്ള ആളൊന്നുമല്ല. വിനയ് അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിലെന്തോ ഒരു കാര്യം ഉണ്ടാവും. പിന്നെ വിനയുടെ ഒരു ഇൻറ്റൻഷൻ അത് എനിക്കൊരുപാട് ഇഷ്ടമായി. കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് പേരെ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇത് കൊള്ളാലോ അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് കേൾക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ വിറ്റ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പറഞ്ഞ പോലെ ആനന്ദിൻ്റെ ഒരു അസോസിയേറ്റ് ഒരു പയ്യനോട് വന്നു. ഇപ്പോൾ ആനന്ദ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ കഥ പറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു ക്ലാസ് ഇതാണെന്നുള്ളത്. പിന്നെ അതിൻ്റെ എല്ലാം ഫുൾ ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റാണ്, എല്ലാ ആർട്ടിസ്റ്റുകളുടെ വിത്ത് സ്കെച്ച് അടക്കം, അവരുടെ കോസ്റ്റ്യൂം, ഓരോ സീനിൽ അവർ എന്തൊക്കെയാണ് ഇടേണ്ടത്, അവിടുത്തെ പ്രോപ്പർട്ടീസ്, കാര്യങ്ങൾ, ഏതാണ് ലൊക്കേഷൻ, ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നരേഷനായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് എന്തായാലും ഇത് ചെയ്യും. അപ്പോൾ കഴിയുമ്പോൾ ഞാൻ വിനയനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് ആനന്ദ് പറഞ്ഞു റിഹേഴ്സലുണ്ട് ചേട്ടൻ തീർച്ചയായിട്ടും വരണം, 3 ദിവസം റിഹേഴ്സലുണ്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറയാം. കാര്യം ഈ ഡ്രാമ നമുക്ക് അറിയാത്തൊരു പരിപാടിയാണ്, അഭിനയം അങ്ങനെ അറിയാമെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഡ്രാമ നമുക്ക് ഒട്ടും അങ്ങനെ നമുക്ക് പുതിയൊരു മേഖലയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞ് ചെന്നു. ഞാൻ ഈ ലോകധർമ്മിയിൽ അവിടെ ചെന്നു, അവരുടെ ആ സ്റ്റേജ് തന്നെ ഇവരാദ്യം ചെയ്ത് കാണിച്ചു തന്നു, എനിക്ക് പകരം ഒരാളായിട്ട് നിന്നിട്ട് അവരുടെ മൂമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. നമ്മൾ ഇങ്ങനെ വണ്ടടിച്ച് നോക്കി നിൽക്കുക. കാര്യം ഇവരുടെ ഒരു ബോഡിയുടെ ഒരു ഋതമൊക്കെ വേറൊരു സ്റ്റൈലാണ്, കുറച്ച് ഡാൻസിൻ്റെ ഒരു ഇതൊക്കെ വരണം. അപ്പം ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് കുഴപ്പമില്ല. പിന്നെ വേറെ കാര്യം വിനയ് നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട്, ഈ റോൾ ആര് ചെയ്യണമെന്ന് 3-4 പേരുടെ പേര് കൊടുത്തു വിനയ്ക്ക്. വിനയ് ബാക്കി 3 പേരുടെ പേര് അപ്പം തന്നെ വെട്ടി. കാരണം വിനയ് പറഞ്ഞു ഇപ്പോൾ നാടകക്കാരാണ്, അവർ സിനിമ ആദ്യമായിട്ട് ചെയ്യുകയാണ്, അപ്പോൾ അവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അപ്പം അവരായിട്ട് ചേരുന്ന, അവരെ ഡിസ്കംഫർട്ട് ആക്കാത്ത ഒരാൾ വേണം, അത് ഷാജോൺ ചേട്ടൻ പക്കയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ചേട്ടനെ വിളിക്കായിരുന്നു എന്നും കൂടി പറഞ്ഞു. അതുപോലെ തന്നെ ആ സിനിമ ഇപ്പോൾ ഇത്രയും കാലം ചേട്ടൻ ചെയ്ത സിനിമകളിലെ പോലെ ഒന്നുമല്ല ആട്ടത്തിൽ ചെയ്തേക്കുന്നത്. അതെങ്ങനെ അത് പിടിച്ചത്? അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുന്നതാണ്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഡയറക്ടർ നമ്മളെ ഫീഡ് ചെയ്യിക്കുന്ന എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ആക്ടേഴ്സും നമ്മൾ അവിടെ ചെന്നപ്പോൾ മുതൽ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് ഓൾറെഡി എനിക്ക് തന്നു,
2 ദിവസം കഴിഞ്ഞ് എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് എനിക്ക് വാട്സപ്പിൽ സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തരും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം. ചിലത് അദ്ദേഹം പറയും ഓക്കെ അത് അങ്ങനെ പറഞ്ഞു എന്ന് പറയും, ചിലത് പറയും അത് പറയണ്ട എന്ന് പറയും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം സാധാരണക്കാരാണ്, ഞാനും ഒരു സാധാരണക്കാരനാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ മിമിക്രി കളിച്ച് വന്നതല്ലേ. അതെ, ചേട്ടൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു മിമിക്രി രംഗത്തുനിന്ന് വരുന്ന ആൾ കൂടിയാണ്. അപ്പം അവിടെ ഒരു എല്ലാവരെയും അങ്ങ് കയ്യിലെടുക്കുക, എല്ലാവരോടായിട്ടും നന്നായി പെരുമാറി അവരെ അവരുടെ ഒരു അറ്റൻഷൻ വാങ്ങുക, അങ്ങനെ ഒരു ശ്രമമൊക്കെ ഉണ്ടല്ലോ. കാരണം നമ്മുടെ പെർഫോമൻസ് അവർ ഇൻവോൾവ് ചെയ്യണം. അപ്പം അത് പൊതുവേ ഒരു ഗ്രൂപ്പിൽ മിങ്കിൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് വന്നതുകൊണ്ടും നമ്മൾ പണ്ട് മുതലേ നമ്മൾ സഞ്ചരിച്ചിരുന്നതെല്ലാം ഒരു ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്നതും അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമുക്ക് സെറ്റാവുന്ന ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ ലൊക്കേഷനിൽ ചെന്നാലും നമ്മൾ ഈ പറയുന്നത് പോലെ എപ്പോഴും മാറിയിരിക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ അവരെല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് കമ്പനിയായിട്ട് ഒരാൾക്ക് ഒരു മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ അയാൾക്ക് ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ നമുക്ക് എന്താണ്, ചിലപ്പോൾ അയാളെ രാവിലെ കാണുമ്പോൾ നമ്മൾ തോളെ തട്ടി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ അയാൾക്ക് കിട്ടുന്നൊരു ഭയങ്കരമായിരിക്കും, വലിയ സന്തോഷമായിരിക്കും അത്, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. മോന്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് പറയാം. അയ്യോ അവന് ഭയങ്കര അവന്റെ കണ്ണ് നല്ല രസം, ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കണ്ണുകളാണ്. അപ്പോൾ അവൻ്റെ ഒരു സിനിമ ഇപ്പോൾ ഉടനെ റിലീസ് ഉണ്ടാവും. സമാധാന പുസ്തകം എന്നാണ് സിനിമയുടെ പേര്. ജോ ആൻഡ് ജോ ടീമിൻ്റെ സിനിമയാണ്. അപ്പോൾ അത് ഒരു 2001 ആ സമയത്ത് നടക്കുന്നൊരു സ്കൂളിൽ നടക്കുന്നൊരു സംഭവങ്ങളൊക്കെയാണ്. നന്നായിട്ടുണ്ടെന്ന് എൻ്റെ ഡയറക്ടർ പറയുന്നു. രവീഷ് നാഥ് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ്. രവീഷും മറ്റേ ജോ ആൻഡ് ജോയുടെ അവർ രണ്ടുപേരോടാണ് സ്ക്രിപ്റ്റും ചെയ്തിട്ടുള്ളത്. അപ്പം രവീഷിനെ കഴിഞ്ഞ ദിവസം രവീഷ് വിളിച്ചപ്പോൾ പറഞ്ഞു എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഞാക്കി നമ്മളതിൻ്റെ ആറാറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെച്ചാൽ എങ്ങനെയുണ്ട്, ഞാൻ ഇതുവരെ ലൊക്കേഷനിൽ പോയിട്ടില്ല. ഇല്ലില്ല, ഞാൻ ഒരു തവണ ഇവൻ്റെ ഷൂട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ എവിടെ പോകേണ്ടത് കൊണ്ട് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പോയി. അപ്പോൾ അന്നല്ലാതെ വൈഫാണ് പോയത്. ഇല്ല ഞാൻ പോയില്ല, കാര്യം ചിലപ്പോൾ അവന് നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ അവൻ്റെ ഒരു ടെൻഷനൊക്കെ വന്നേക്കാം. അവൻ വിളിച്ചില്ല. ഇല്ലില്ല, ഞാൻ പൂജയ്ക്ക് അന്ന് പോയി. അന്ന് തന്നെ ഞാൻ ഏത് ഷൂട്ട് നടക്കായിരുന്നു, ഞാനന്ന് പോയി. പിന്നെ വൈഫായിരുന്നു കൂടുതലും അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് അവനതൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ അതാവണ്ട എന്ന് തോന്നി. പിന്നെ എനിക്ക് തോന്നി അവൻ സ്വന്തമായിട്ട് ഓരോന്നും പഠിച്ചു വരുന്നതന്നെയാണ് നല്ലത്. ഞാൻ ഒരിക്കലും വീട്ടിൽ നാളെ ഏതാണ് സീൻ, നീ എങ്ങനെ അഭിനയിക്കാൻ പോകുന്നു, ഇങ്ങനെ അഭിനയിക്കണം ഒന്നും ചോദിച്ചിട്ടില്ല, അഭിനയത്തിന് ഉപദേശം ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ റീല് കണ്ടിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രസമായിട്ട്. അത് ചുമ്മാ ഒരു ദിവസം ചെയ്തതാണ്, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോളാണ് പറഞ്ഞത്, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കെന്ന് പറഞ്ഞു. വെറുതെ ചെയ്തതാ, അതങ്ങ് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടെ ചെയ്തു. ഇനി അവൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് റീൽ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞാൽ എപ്പോഴും ഇട്ട് ഉറപ്പിക്കണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുക. അവനിനി സിനിമയിൽ തുടരാനാണോ താല്പര്യം? അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ 2-3 പേരിങ്ങനെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവനോട് ചോദിച്ചാൽ പറഞ്ഞു അപ്പോൾ ഇത് ഒന്ന് വരട്ടെ, ഇതൊന്ന് റിലീസ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യുന്നതല്ല നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കും തോന്നി അതാണ് നല്ലത്. ഒരു ഫാദർ എന്നുള്ള രീതിയിലേ ഷാജിനേട്ടൻ എങ്ങനെയാണ് വീട്ടിൽ? ഞാൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് വളരെ കംഫർട്ടായിട്ടുള്ള ഫ്രണ്ട്സ് സർക്കിളിലും പിന്നെ വീട്ടിലാണ് കൂടുതലും. ഒന്നാമത് ഞാൻ കൂടുതൽ ടൈം ഞാൻ വീട്ടിലായിരിക്കും. വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ സിനിമ ഇല്ലെങ്കിൽ, ഷൂട്ടിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ആവും. അപ്പോൾ അതല്ലാതെ ഈ പറഞ്ഞ പോലെ പുറത്തൊരു സുഹൃത്ത് വലയം, അങ്ങനെ ഡെയിലി പോയിരിക്കുന്നൊരു കമ്പനി, അല്ലെങ്കിൽ വെറുതെ ഒരു ഡിസ്കഷന് പോയിരിക്കുന്ന അങ്ങനെ ആരുമില്ല. അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ല, എനിക്കധികമൊന്നുമില്ല. പണ്ട് മുതലുള്ള മിമിക്രി സുഹൃത്തുക്കളൊക്കെ ഉള്ളു, നമ്മുടെ നാഷിക്ക, അതുപോലുള്ള നമ്മുടെ ജാഫർക്ക, നസീർക്ക, അങ്ങനെയുള്ള നമ്മുടെ മിമിക്രി സുഹൃത്തുക്കളൊക്കെ, അവരെയൊക്കെ എപ്പോഴും കാണാനും പറ്റില്ല. പിഷാരടി വല്ലപ്പോഴും ഒക്കെ ഞങ്ങളെല്ലാവരും ഒന്ന് കൂടുമെന്നുള്ളതല്ല, അങ്ങനെ ഡെയിലി കാണുന്നത്. അപ്പം ഞാൻ കൂടുതലും വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അത് തമാശയിലൂടെ അത് ഹാൻഡിൽ ചെയ്യുമ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാനും വൈഫും കൂടെ എന്തോ ഫുഡ് ഉണ്ടാക്കുന്ന, എന്തോ ബ്രേക്ക്ഫാസ്റ്റിന് എന്തോ കാര്യം പറഞ്ഞിട്ട് ഇപ്പം നമ്മളുടെ സ്പോർട്സൊക്കെ വരികയാണ്. അപ്പം അവൾക്ക് അതിൻ്റെ പ്രാക്ടീസൊക്കെ ആയിട്ട് ഇച്ചിരി വയ്യാത്തതുകൊണ്ട് അവൾ
മെയ്ഡിനെ കൊണ്ട് ഇന്നലെ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചു. ഇടിയപ്പം ഇന്നലെ ഓക്കെ. രാത്രിയിൽ. അപ്പോൾ രാവിലെ ചൂടാക്കുന്നുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ ഉണ്ടാക്കിയതൊക്കെ എങ്ങനെ ചുമ്മാ നമ്പർ ഇട്ട് ഇന്നലെ രാവിലെ ഉണ്ടാക്കി, രാവിലെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പിണങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തമാശയൊക്കെ പറഞ്ഞ് പിള്ളേർക്കറിയാം. ഓക്കെ. അപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വിളിച്ചിരി എന്തെങ്കിലും ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പം തന്നെ മോനോട് പറയാം, അപ്പം സോപ്പിട്ട് എന്ന് പറയാം. അവളും വന്നിട്ട് പറയാം, അപ്പം പോയി സോപ്പിട്, അപ്പം പോയി സോപ്പിട്. അപ്പോൾ ഞാനാണ് എപ്പോഴും സോറി പറഞ്ഞു ചെല്ലുന്ന ആൾ. അതെല്ലേ? വഴക്കുണ്ടാക്കുന്ന ആളും എന്തെങ്കിലും ഉണ്ടാക്കുന്ന ആളും കാരണക്കാരൻ ഞാനായിരിക്കും. ഞാൻ സോറി തന്നെ പറയുന്നത് ആയിരിക്കും സോറി പറയുന്നത് ഞാൻ തന്നെ. ഒരു അരമണിക്കൂർ അല്ല ഒരു 15 മിനിറ്റ് അതിനപ്പുറം നിൽക്കില്ല വീട്ടിൽ വഴക്കുകളൊന്നും. അത് കണ്ടിട്ടാണ് പിള്ളേരും വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിടയ്ക്കും അങ്ങനെ വഴക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം അവർ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ തന്നെ അവർ തന്നെ ഇപ്പം മോൻ്റെ ഫ്രണ്ട്സും അവരും പറയും ഇവനാണ് അതിനകത്ത് ഒരു ഹ്യൂമർ, ഓക്കെ. ഓക്കെ. തമാശകളൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കിയും കാര്യങ്ങളൊക്കെ. അപ്പം തമാശ പാത പിന്തുടരുന്നുണ്ട്. അതെ, തമാശ എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണം. ഹ്യൂമർ സെൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യർക്കും അത്യാവശ്യം തമാശ പറയാനുള്ള കഴിവില്ലെങ്കിലും ഒരു നല്ല തമാശ കേട്ടാൽ ആസ്വദിക്കാൻ പറ്റിയാൽ അതൊരു വലിയ കഴിവാണ്. തീർച്ചയായിട്ടും. മനസ്സിലായി. തമാശ പറഞ്ഞ് നമുക്ക് തമാശ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറടി ആയിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ, ഒന്നും പറയാനും പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് ഹ്യൂമർ സെൻസും കുറച്ച് കലയൊക്കെ എപ്പോഴും ഉള്ളത് നല്ലതാണെന്നുള്ളതാണ്. നിങ്ങൾ കുക്ക് ചെയ്യില്ല? എനിക്ക് കുക്ക് ചെയ്യുന്ന കാണുന്ന വലിയ ഇഷ്ടമാണ്. ഞാൻ എല്ലാ സൺഡേയും വൈഫിനെ കുക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും. മറ്റേ പിന്നെ സവാള വഴറ്റലും, അരിയലല്ല കണ്ണ് നിറയല്ലോ, വഴറ്റലും മറ്റേ കടുക് പൊട്ടിക്കൽ, ചിക്കനൊക്കെ കഴുകി കൊടുക്കുക, ഇതൊക്കെയാണ് ഞായറാഴ്ചത്തെ കലാപരിപാടികൾ. അതൊക്കെയാണ്. ഈ വർഷം പുതിയൊരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ച ഞാൻ കുക്ക് ചെയ്തോളാം എന്നാണ്. പക്ഷേ എനിക്കത് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിരിക്കുക. ഞാൻ 1-2 വീഡിയോസൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഈ 2024 എല്ലാ ഞായറാഴ്ചയും ലഞ്ച് എൻ്റെ വകയാണെന്നാണ് അവളും പിള്ളേരും പറഞ്ഞേക്കുന്നത്. ഞാൻ എന്തായാലും ശ്രമിക്കും. ഞാൻ ഇപ്പൊ മിമിക്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഇടയ്ക്ക് അശോകൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ല, അപ്പം ഇനി ചെയ്യുന്നില്ല എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ മിമിക്രി അതൊരു കലാരൂപമായിട്ട് മനസ്സിലാക്കണോ, അല്ലെങ്കിൽ അതിങ്ങനെ നമ്മളെ പരിഹസിക്കാനാണ്, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ആളുകൾ? അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. നമുക്ക് അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളെ ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതായിരിക്കില്ല റിയൽ ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് മിമിക്രിക്കാർ ചെയ്യുമ്പം ഞങ്ങളത് മിമിക്രി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് എക്സാഗ്രേറ്റ് ചെയ്ത് ചെയ്താലേ അത് ജനത്തിന് ഇഷ്ടമാവുള്ളൂ. ഇപ്പം മമ്മൂക്കയുടെ കാണത്തന്നെ ഇങ്ങനെ കൈകുത്തും, മമ്മൂക്ക എന്ന് ചെയ്ത് കാണും, ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മിമിക്രിക്കാരെല്ലാവരും ചെയ്യുന്ന അങ്ങനെയാണ്. ഇങ്ങനെ കൈകുത്തുന്നു, നാക്കുന്ന ഈ ടിനിയൊക്കെ ചെയ്യുന്ന കണ്ടാൽ മമ്മൂക്ക അപ്പം അടിക്കും. പക്ഷെ മമ്മൂക്കയ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. മനസ്സിലായി? നമുക്ക് അത് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും സത്യമാഷിൻ്റെ ഒക്കെ ആണെങ്കിലും ഒക്കെ കുറേ പേരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് കുറച്ച് കൂടുതലാണല്ലോ എന്ന്. പക്ഷെ അങ്ങനെ ചെയ്താലേ ചിരി കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും മിമിക്രി ചെയ്യുന്ന ആരും നമ്മൾ ചെയ്യുന്ന ആരെയാണോ, ഇപ്പം ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന കലാപം മണിച്ചേട്ടൻ്റെ, ഞാനൊന്നും പക്ഷെ അങ്ങനെ ഒരുപാട് മണിച്ചേട്ടനൊന്നും പിന്നെ അങ്ങനെ ഓവറാക്കി നമുക്ക് ചെയ്യാനും പറ്റില്ല. പക്ഷെ നമ്മൾ മിമിക്രിക്കാർ ചെയ്യുന്ന ഒരു നടനെയും നമ്മൾ കളിയാക്കണമെന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യണമെന്നോ പറഞ്ഞല്ല കരുതിയിട്ടല്ല നമ്മൾ ചെയ്യുന്ന കാര്യം. ഒരു താരത്തിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അവന് ആ താരത്തിനെ വെച്ച് ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് അവനൊരു ശമ്പളം കിട്ടുന്നത്. അപ്പോൾ ആ പൈസ കിട്ടുന്നിടത്തോളം കാലം ഒരിക്കലും അവൻ ആ താരത്തിന് ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരിക്കലും അങ്ങനെ മനഃപൂർവ്വം കളിയാക്കില്ല. പക്ഷെ അങ്ങനെ ചെയ്താലേ ജനത്തിന് ഇഷ്ടമാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ചില ആക്ടേഴ്സിന് അത് ഇഷ്ടമല്ല. മധുസാറിനൊന്നും ഇഷ്ടമല്ല എന്ന് കേട്ടിട്ടുണ്ട്. മധുസാർ ഒരിക്കലും അനുകരിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെടുന്നൊക്കെ ഒരാളാണ്. അശോകൻ ചേട്ടനും ആ ഒരു സ്പിരിറ്റ് പറഞ്ഞായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് ആണ്, അദ്ദേഹത്തിന് അത് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു അസീസിനെ കുറിച്ചാണ്. അപ്പോൾ അസീസ് അത് പറയുകയും ചെയ്തു, ഞാൻ ഇനി ഒരിക്കലും അനുകരിക്കില്ല. കാര്യം അസീസ് ഏറ്റവും കൂടുതൽ ഗൈഡ് കിട്ടിയിട്ടുള്ളതും അസീസിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്തും അശോകൻ ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പം ഒരിക്കലും അസീസിന് അത് പിന്നീട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അസീസ് തന്നെ പറഞ്ഞു ഞാൻ അത് ചെയ്യില്ല. ഇല്ല, ഞാൻ ഒരുപാട് പേരെ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ. ആരെങ്കിലും ദേഷ്യപ്പെടുകയോ? ഇല്ലില്ല, അങ്ങനെ ഞാൻ കൂടുതലും നമ്മൾ അങ്ങനെ ആക്കി ചെയ്തിട്ടുള്ളത് സുരേഷ് ചേട്ടൻ്റെ ഒക്കെയാണ്. ആ സമയത്ത് കലാമുല്ലൊക്കെ ആയിരുന്ന സമയത്ത്. പക്ഷേ സുരേഷ് ചേട്ടൻ അങ്ങനെ ചെയ്താൽ, പക്ഷേ അതേ സുരേഷ് ചേട്ടൻ ഞങ്ങളുടെ സ്റ്റേജിൽ വന്നിട്ട് മിമിക്രി അസോസിയേഷൻ്റെ പേട്ടനാണ്, ചീഫ് പേട്ടനാണ് അദ്ദേഹം ഞങ്ങളുടെ സ്റ്റേജിൽ വന്നിട്ടും സുരേഷ് ചേട്ടനെ തന്നെ അദ്ദേഹം കളിയാക്കി അദ്ദേഹം ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? അതിനെ അങ്ങനെ എടുക്കുന്നവരുണ്ട്, അങ്ങനത്തെ ഒരു സ്പിരിറ്റിൽ എടുക്കുന്നവരുണ്ട്. ഏറ്റവും ചെയ്യാൻ എളുപ്പമോ അല്ലെങ്കിൽ എപ്പോഴൊരു കൗതുകം അതാര് ചെയ്യാനോ? അല്ല, എനിക്ക് എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് മണിച്ചേട്ടൻ്റെ ആണ്. മണിച്ചേട്ടൻ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരെങ്കിലും പറയുമ്പോഴൊക്കെ നമുക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ളത്
മണിച്ചേട്ടൻ്റെയാണ് ആ സമയത്ത് പ്രാക്ടീസ് ഉണ്ടായിരുന്ന സമയത്ത്. അതിൽ ഇപ്പോഴല്ല. എൻ പിള്ള ഭയങ്കര മാസ്റ്റർ പീസ് ആ ആയിരുന്നു. ആ സമയത്ത് കുറേ ചെയ്യുമായിരുന്നു. അതെ, ഞാൻ ആ. എൻ പിള്ള സാറിൻ്റെ കലാഭവനിൽ മെയിനായിട്ട് ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഉം. ഞാനായിരുന്നു. അപ്പോൾ കുറേ പേരുടെ അന്ന് ചെയ്യുമായിരുന്നു. എൻ പിള്ള സാറിനെ ചെയ്താണ് തുടങ്ങിയത് മിമിക്രി സത്യം പറഞ്ഞാൽ. ഓക്കെ ഓക്കെ. ഇപ്പം മിമിക്രി ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ആ, പക്ഷെ ഓക്കെ. ഒരു പാട്ട് പാടാൻ പറയും. കാരണം ഞാൻ പാടി കേട്ടിട്ടുണ്ട്, നല്ല രസമുള്ള വോയിസാണ്, അതുകൊണ്ട് ഒരു പാട്ട്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഉം. പക്ഷേ ഇത് പാട്ടുകാർ പാടുന്നത് പോലെയോ പാട്ടറിയാവുന്നവർ പാടുന്ന പോലെയൊന്നും ആയിരിക്കില്ല. ഇത് എൻ്റെതായ ശൈലിയിൽ എനിക്ക് വരുന്ന ഓക്കെ. കാര്യങ്ങളൊക്കെ വെച്ചങ്ങ് പാടുകയാണ്. ഉം, ഉം. ഇതുകൊണ്ട് എന്ത് മാനസിക വിഷമങ്ങളുണ്ടായാലും ഞാനതിന് ഉത്തരവാദിയായിരിക്കുന്ന ഓക്കെ. കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, അതുകൊണ്ട്. ഓക്കെ. എങ്കിലുമെന്നോ മലാൾക്ക് താമസിക്കാനൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോകവീതികളിൽ വേണുവൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. പാട്ടുകാരനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ടഫസ്റ്റ് സോങ്ങാ പാടിയത്. അതെന്നെ ഞെട്ടിച്ചു, നന്നായി പാടി, താങ്ക് യു, നല്ല താങ്ക് യു സർ. രസമുള്ള വോയിസ്. താങ്ക് യു, താങ്ക് യു സർ. ചേട്ടൻ വളരെ അത് മാത്രമല്ല ഭയങ്കര ചടപടേയും സംസാരിച്ചു. ആ. എന്ത് വെച്ചാൽ വളരെ ഫാസ്റ്റ് ടൈം മറുപടി പറഞ്ഞു. താങ്ക് യു, താങ്ക് യു സർ. നമ്മൾ അടുത്ത ചോദ്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ, ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങളും ചെയ്യട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച് താങ്ക് യു, വന്നതിൽ. താങ്ക് താങ്ക് യു, യു. താങ്ക് യു സർ.